ഇന്നിപ്പോ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. കുഞ്ഞു കൂട്ടുകാരോടൊക്കെ പറയാനുള്ളതേ, ടെൻഷൻ ആവണ്ട കേട്ടോ. ഒരു ടെൻഷന്റെയും ആവശ്യമില്ല. 10ാം ക്ലാസ് പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാകണമെന്ന് നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയല്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നമ്മുടെ VD സതീശനാവട്ടെ, ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല ആവട്ടെ, ഇതിനെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ആവട്ടെ, ഇവരാരും തന്നെ SSLC പരീക്ഷയിൽ 1ാം റാങ്കൊക്കെ വാങ്ങിച്ചു വന്ന മനുഷ്യരൊന്നുമല്ല. എല്ലാം A+ കിട്ടിയ മനുഷ്യരുമല്ല. എല്ലാം ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ഓൾ ഈസ് കൂൾ, ഓൾ ഈസ് വെൽ. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പെർഫോം ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് കണക്കാക്കുക. ഏതെങ്കിലും തരത്തിൽ 1 or 2 ഗ്രേഡൊക്കെ ചില ഇടങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് +1 +2 കൊണ്ട് പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് തളർന്നു പോകേണ്ട പ്രിയപ്പെട്ട കൂട്ടുകാരെ. 10ാം ക്ലാസ് പരീക്ഷയിൽ ഒരു തവണ തോറ്റാലും IPSകാരനാകാൻ പറ്റുമെന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റുപോയാലും പിന്നീട് നിങ്ങൾക്ക് മിന്നിത്തിളങ്ങുന്ന താരങ്ങളാകാൻ കഴിയുമെന്ന് കേരളത്തിൽ ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്കൊക്കെ പോകാം. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായി സോഫ്റ്റ്വെയർ കമ്പനി തന്നെ ഉണ്ടാക്കാമെന്ന് ബിൽഗേറ്റ്സിനെ പോലുള്ള ആളുകൾ തെളിയിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ പരീക്ഷണങ്ങൾ നടത്താം. നിങ്ങൾ ലോകത്തെ ഏറ്റവും വിഖ്യാതനായ ശാസ്ത്രജ്ഞനാവുമെന്ന് തോമസ് ആൽവ എഡിസൺ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പോളിടെക്നിക്കൽ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുകൊണ്ട് 10ാം ക്ലാസ് പരീക്ഷ നിങ്ങൾക്ക് +1 അഡ്മിഷൻ നിങ്ങൾക്ക് അടുത്ത സ്കൂളിൽ കിട്ടാൻ വേണ്ടുന്ന ഒരു പരീക്ഷ അത്രമാത്രമായി കണക്കാക്കിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ഈ ഗ്രേഡ് ഒന്നും നിങ്ങളുടെ ജീവിതത്തെ അടിസ്ഥാനമായി ഒന്നും നിശ്ചയിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.